മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മീഷൻ അനുമതി നൽകി. കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനും ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുൻപ് 2011 മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടന്നത്. ജിഷ്ണു ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനത്ത് ചേർന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മേൽനോട്ട സമിതി യോഗമാണ് അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടുള്ളത്. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഒപ്പം ഭൂകമ്പ പ്രളയ പ്രതിരോധ സുരക്ഷ, സംഭരണ ശേഷി തുടങ്ങി വിവിധ തലത്തിലുള്ള പരിശോധന ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നടക്കും. ഒപ്പം ഈ പരിശോധന ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന കാര്യം കൂടി ജല കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തണം എന്നുള്ളത് കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ തമിഴ്നാട് ഇത്തരത്തിലൊരു പരിശോധന ഇനി നിയമപ്രകാരം 2026 നടത്തിയാൽ മതി എന്ന വാദമാണ് മുൻപോട്ട് വെച്ചത്. എന്നാൽ തമിഴ്നാടിന്റെ വാദത്തെ തള്ളിക്കൊണ്ടും കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻപ് 2011 സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയാണ് ഏറ്റവും അവസാനമായി മുല്ലപ്പെരിയാറിൽ ഇത്തരത്തിലൊരു വിശദമായ പരിശോധന നടത്തിയിട്ടുള്ളത്. ഒപ്പം ഇന്ന് ചേർന്ന യോഗത്തിൽ തന്നെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അണക്കെട്ടിൽ തമിഴ്നാട് നടത്തേണ്ട ചില അറ്റകുറ്റപ്പണികളുണ്ട്. അതിനായി ചില അപേക്ഷകൾ തമിഴ്നാട് സർക്കാർ അനുമതിക്ക് വേണ്ടി കേരള സർക്കാരിന് മുൻപിലേക്ക് നൽകിയിരുന്നു. അത്തരം അപേക്ഷകൾ വേഗത്തിൽ പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നും ഒപ്പം മുല്ലപ്പെരിയാറിന്റെ അടിയന്തര കർമ്മ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും തമിഴ്നാടിനോടും ഇന്ന് ചേർന്ന യോഗം നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷ്മി. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.